ഒക്ടോബർ 5 ശനിയാഴ്ച. ലൂക്ക 10:17 മുതൽ 24 വരെ വാക്യങ്ങൾ. 1905 ഹെലീന കൊവാൽസ്ക എന്ന പേരിൽ ജനിച്ച പോളിഷ് കന്യാസ്ത്രീയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്കയുടെ ഓർമ്മ ഇന്ന് തിരുസഭ ആചരിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായും ദിവ്യകാരുണ്യ ഭക്തിയുടെ സന്ദേശവാഹകയായും ഫൗസ്റ്റീന അറിയപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഫൗസ്റ്റീന ചെറുപ്പം മുതലേ മതപരമായ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടവളാണ്. പല തടസ്സങ്ങൾക്കിടയിലും അവൾക്ക് 20 വയസ്സായപ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി കോൺഗ്രിഗേഷനിൽ ചേർന്നു. അവിടെ കോൺവെൻറ്റിലെ ഏകാന്തതയിലാണ് ഫൗസ്റ്റീന നിരവധി ദർശനങ്ങളും പ്രവചനങ്ങളും അനുഭവിച്ചത്, പ്രത്യേകിച്ച് യേശുവുമായിട്ടുള്ള സംഭാഷണങ്ങൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 1931 ദിവ്യകാരുണ്യത്തിൻ്റെ രാജാവായി യേശു ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചുവപ്പും വെള്ളയും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വെള്ള വസ്ത്രം ധരിച്ച് യേശു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദർശനത്തിൽ യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന വാക്കുകൾ ആലേഖനം ചെയ്യണമെന്നും യേശു പറഞ്ഞു. ഈ ദർശനത്തെ പ്രതിനിധീകരിക്കാൻ ഒരു ചിത്രം വരയ്ക്കണമെന്ന് യേശു അഭ്യർത്ഥിച്ചു. തൻ്റെ ആത്മീയ അനുഭവങ്ങൾ ദിവ്യകാരുണ്യം എൻ്റെ ആത്മാവിൽ എന്ന തലക്കെട്ടിലുള്ള അവളുടെ ഡയറിയിൽ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ധ്യാനത്തിനുള്ള ഒരു സ്വകാര്യ വെളിപ്പെടുത്തൽ മാത്രമല്ല, പിന്നെയോ ദൈവിക കരുണ ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള ഒരു ദൗത്യമായിരുന്നു. ക്ഷമ, ദാനധർമ്മം, ദൈവത്തിൻ്റെ കരുണയുടെ പരിധിയില്ലാത്ത സ്വഭാവം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ദിവ്യകാരുണ്യ സന്ദേശത്തിൻ്റെ സാരാംശം ആ ഡയറിയിൽ വ്യക്തമാകുന്നുണ്ട്. ഏപ്രിൽ 30, 2000 ജോൺ പോൾ II മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് തങ്ങളുടെ മിഷൻ യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുന്ന ശിഷ്യന്മാരെയാണ്. 72 ശിഷ്യന്മാരും ആഹ്ലാദഭരിതരാണ്. അവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമനിമിത്തം ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. എന്നാൽ യേശു അവരോട് തങ്ങളുടെ ആ കഴിവിൽ ശക്തിയിൽ സന്തോഷിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. മറിച്ച് അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനെ ഓർത്ത് അവർ സന്തോഷിക്കണം. തൻ്റെ ശിഷ്യന്മാരോടുള്ള യേശുവിൻ്റെ ആഗ്രഹം അവർ ദൈവത്തിലും ദൈവത്തിന് അവരോടുമുള്ള സ്നേഹത്തിലും സന്തോഷിക്കണം എന്നതാണ്. ദൈവത്തിൽ സന്തോഷിക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. നമ്മോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും ഇന്ന് നമുക്ക് ഓർക്കാം. ഇതിലും വലിയൊരു സമ്മാനം നമുക്ക് ആർക്കും ലഭിക്കാനുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യമാവുന്ന ആ വിലയേറിയ സമ്മാനത്തിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.